ആദ്യം പാളയം മാർക്കറ്റിൽ നിന്ന് സാനിയോ മനോമി ചേരുന്നു. നമുക്കൊപ്പം ആദ്യം സാനിയോയിലേക്ക്. സാനിയോ, ദീപക്, ജസീം, 3 പേർക്കും ഒരു ഗുഡ് മോർണിംഗ്. പക്ഷേ അത്ര ഗുഡ് അല്ലാത്തൊരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട വാർത്ത, സാനിയോ, ഈ പച്ചക്കറി വില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. ഇന്നിപ്പോൾ പാളയം മാർക്കറ്റിൽ എന്താണ് പച്ചക്കറിക്കൊക്കെ പൊതുവെയുള്ളൊരു വില? അരുൺ, പാളയം മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോട് പൊതുവെ, അതായത് സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു വിലയായിരിക്കും. കാരണം സംസ്ഥാനത്തെ മറ്റു മാർക്കറ്റുകളിൽ, കൊച്ചിയിലെയും കൊച്ചി ബ്രോഡ്വേയിലെയും അതുപോലെ തിരുവനന്തപുരത്തെയും ഒക്കെ മാർക്കറ്റുകളിൽ നിന്ന് വില അല്പം കുറവായിരിക്കും പാളയത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ വില എന്ന് പറയുന്നത് തക്കാളി കിലോയ്ക്ക് 70 രൂപ, ബീൻസ് കിലോയ്ക്ക് 80 രൂപ, പയർ കിലോയ്ക്ക് 40 രൂപ, വഴുതനങ്ങ കിലോയ്ക്ക് 30 രൂപ, പച്ചമുളക് ഉണ്ട പച്ചമുളകാണെങ്കിൽ 70 രൂപയും സാധാരണ പച്ചമുളകാണെങ്കിൽ 50 രൂപ, വെള്ളരി 40 രൂപ, വെളുത്തുള്ളി 180 രൂപ, മുരിങ്ങ 200 രൂപ, സവാള 40 രൂപ, ക്യാബേജ് 40 രൂപ, കൈപ്പക്ക 60 രൂപ. ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു വില എന്ന് പറയുന്നത്. നമുക്കൊപ്പം ആളുകൾ പ്രതികരിക്കാനടക്കം ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, അതിരാവിലെയാണ്, മാർക്കറ്റ് ഉണരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വാങ്ങാനുള്ള ആളുകൾ ഇവിടെ കുറവായിരിക്കും. പകരം വിൽപ്പനക്കാരും മറ്റുമായിരിക്കും. ഒരു മൊത്ത കച്ചവടക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് മാർക്കറ്റിൽ പൊതുവെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് വില കുറവായിരിക്കും അല്ലേ? അതെ, മൊത്തത്തിൽ പൊതുവെ മറ്റുള്ള അപേക്ഷിച്ചിട്ട് ഇപ്പോൾ തിരുവനന്തപുരം മാർക്കറ്റിൽ ഡബിൾ സെഞ്ചുറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറുള്ളി പറയുന്നത്. എന്നാൽ ഇവിടെ 65 രൂപ ഉള്ളൂ. അത്രത്തോളം ഡിഫറൻസിലാണ് വില പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതെന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ കോഴിക്കോട് മാർക്കറ്റിൽ പൊതുവെ മറ്റുള്ള അപേക്ഷിച്ചിട്ട് വില പറയുമ്പോൾ വില കുറവാണ്. പിന്നെ ഇതിവിടെ പൊതുവെ വിപണിയിൽ വില കൂടാൻ കാരണം കർണാടകയിൽ ആണ് ആളുകളൊക്കെ മൊത്തത്തിൽ കയറുന്നത്. അതായത് തമിഴ്നാട്ടിൽ കൃഷിക്ക് എന്താകുന്നില്ല, ആളുകളെ കിട്ടാനില്ല. അപ്പോൾ അവിടെ കൃഷി ചെയ്യാതെ തന്നെ ഇപ്പോൾ ആളുകൾ എന്താണ് കർണാടകയിലേക്ക് കയറാണ്. തമിഴ്നാട് വണ്ടി പൊതുവെ കർണാടക മാർക്കറ്റിലേക്ക് കണ്ടാൽ പൊതുവെ അവിടെ വിപണിയിൽ വില കൂടും. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ് വില കൂടുന്നത്. അല്ലാതെ എന്തല്ല പൊതുവെ ഉണ്ടാകുന്ന ഒരു ഇത് ഉണ്ടായിട്ടില്ല. ഇത് അന്യസംസ്ഥാന വിപണികൾ വില കൂട്ടുന്നതാണ്. അന്യസംസ്ഥാന വിപണി വില കൂട്ടുന്നതാണ്. കാരണം മൊത്തത്തിൽ ആദ്യമല്ല തമിഴ്നാട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തമിഴ്നാട്ടുകാർക്ക് ആവശ്യം കർണാടകൻ്റെ സാധനം. കാരണം അവിടെ കർഷകർ കിട്ടാനില്ല. അങ്ങനത്തെ ഒരു പ്രയാസമുണ്ട് ഇപ്പോൾ അവിടെ. ഈ മഴയും മറ്റുമൊക്കെ ആയതുകൊണ്ട് വില അല്പം കൂടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തമിഴ്നാട് കർണാടക മാർക്കറ്റുകളിലെ വിപണി അതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതടക്കമാണ്. ഇവിടെ വീണ്ടും നമുക്കൊപ്പം കുറച്ച് വ്യാപാരികളുണ്ട്. അവരോട് സംസാരിക്കുമോ എന്ന് ചോദിച്ചു നോക്കാം. സംസാരിക്കുമോ ചേട്ടാ? ഇഞ്ചിക്ക് എത്ര വില? ഇഞ്ചിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് അല്ലേ? ഇഞ്ചിക്ക് എത്ര വില? ഇഞ്ചി 130, 120 കിലോ. എങ്ങനെയുണ്ട് പൊതുവെ ഒരു വില വർധനവുണ്ട്? വലിയ വർധനവ്. ആളുകൾ വരുന്നുണ്ടോ മുൻപത്തെ പോലെയൊക്കെ? ഇല്ല, പൊതുവെ കുറവാണ്. ഈ വില ഇങ്ങനെ കൂടുന്നതുകൊണ്ടാണ് ആളുകൾ കൂടുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സ് കുറയുമല്ലോ. ഒന്നും നിലവാരം ഇപ്പോൾ 10 കിലോ സാധനം കൊണ്ടുവന്നാൽ നിലവിൽ 5ഉം 2ഉം ആക്കിയിട്ട് ചുരുക്കും. മാർക്കറ്റ് ഡള്ളാണ്. അത് കൂടുതലൊന്നും ഇപ്പോൾ സാധനം വന്നിട്ട് തന്നെ എടുക്കാനല്ല ഡിമാൻഡാണ്. സാധനം വരുന്നത് കുറവാണ്. അതിനനുസരിച്ചുള്ള വില വളരെ കൂടുതലുമാണ്. ഏറ്റവും കൂടുതൽ വില കൂടുന്നത് എന്തിനാണ്? ഇപ്പോൾ തക്കാളിയാണ് കളിക്കുന്നത്. ഏറ്റവും നല്ല വില റേഞ്ചിൽ കളിക്കുന്നത് തക്കാളിയാണ്. മീനിൽ മത്തിയാണെങ്കിൽ തക്കാളിയാണ്. പച്ചക്കറിയിലായിരുന്നു തക്കാളിന്റെ കളിയിൽ തന്നെ ഇപ്പോൾ ഉള്ളത്. അടിച്ചു കയറുകയാണ് തക്കാളി എന്നാണ് പറയുന്നത്. തക്കാളിക്ക് കിലോയ്ക്ക് 70 രൂപയാണ് ഇപ്പോൾ കോഴിക്കോട് പാളയം മാർക്കറ്റിലെ വില. ഇവിടെ വേറെയും ആളുകളുണ്ട്. ഓടല്ലേ ചേട്ടാ, എങ്ങനെയുണ്ട് വില? ഈ മുരിങ്ങക്കായ്ക്ക് 200 രൂപ എങ്ങനെയായി തോന്നുന്നു? മുരിങ്ങക്കായ്ക്ക് എത്ര രൂപ? മുരിങ്ങക്കായ്ക്ക് എത്ര രൂപ? പല വിലയുടെ ഉണ്ട്. എത്രയാ മുരിങ്ങ ഏകദേശം ഒക്കെ പോകുന്നത്? 220 രൂപ, 250 രൂപ, 100 രൂപയുടെ മുരിങ്ങക്കായും ഉണ്ട്. അത് അത്ര ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല. അതാണ് സാധനം. ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ്? ചെറിയുള്ളിക്കൊക്കെ എന്താ വില? ചെറിയുള്ളി പല വിലയുടെ ഉണ്ട്. 60 രൂപ മുതൽ 40 രൂപ വരെ ഉള്ളുണ്ട്. ക്വാളിറ്റി അനുസരിച്ച് സാധനങ്ങളുടെ വില മാറും. മുരിങ്ങക്കായൊക്കെ ആണെങ്കിൽ 100 രൂപ മുതൽ 200 രൂപ വരെ ഉള്ളതുണ്ട്. അതുപോലെ ചെറുള്ളി ആണെങ്കിൽ 40 രൂപ മുതൽ 60 രൂപ വരെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഉണ്ടമുളക്, ഈ മുരിങ്ങക്കായുടെ കാര്യത്തിലും ഡബിൾ സെഞ്ചുറി അടിച്ച് നിൽക്കുകയാണ്. 220 രൂപ എന്ന് കേൾക്കുന്നു.